അങ്ങനെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗം കേട്ടോ, പാർട്ട് 2 ആണ് കേട്ടോ. നമ്മളങ്ങനെ ട്രിവാൻഡ്രത്തെത്തി. 15 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. ഞങ്ങൾ 5 പേരും കൂടെ അങ്ങനെ ഇറങ്ങി. അവിടെ ഇറങ്ങുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ. നമ്മളന്ന് ഒരു ബാധ്യതകളൊന്നും ഇല്ലാണ്ട്, കല്യാണം കഴിയാതെ കുട്ടികളില്ലാണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പഠിച്ചു പോകണത്. ഫസ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചയുണ്ട്, വിമാനം എയർപ്ലെയിൻ പോകുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ആദ്യമായിട്ട് ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓൾറെഡി ഞാൻ ഇപ്പോഴും വിമാനം പോകുന്നത് കണ്ട ഏത് സ്ഥലത്താണ് ഇറങ്ങി ഓടി നോക്കിക്കൂടി, രാത്രിയായാലും പകലായാലും. അപ്പോൾ ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയ ഉടനെ ഫസ്റ്റ് തന്നെ അതായിട്ട് കണ്ടത്. ഞങ്ങളുടെ കോളേജിൽ ഇരുന്ന് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും പുറത്തുനിന്ന് ഇങ്ങനെ പോകുന്ന എപ്പോഴും പോകുന്ന കാണാൻ പറ്റുള്ളൂ. നമ്മുടെ വിമാനത്താവളം അടുത്തായതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴും കാണാനും പറ്റില്ല. ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഫസ്റ്റ് കണ്ട കാഴ്ച തന്നെയാണ്. അങ്ങനെ അവിടെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് നേരെ സരികയുടെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. ഇവിടെയാണ് നമ്മൾ സരികയുടെ കൂടെയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ റൂമും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ട്രിവാൻഡ്രത്തുള്ള ഫ്രണ്ടാണ് സരിക. നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള സരികയാണ്. സരികയുടെ വീട്ടിലാണ് ഞങ്ങൾ ഈ 3 ദിവസം സ്റ്റേ ചെയ്തത്. ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിൽ എല്ലാ ബാക്കിയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇതെൻ്റെ സബി. ഞങ്ങൾക്ക് ഫുഡിൻ്റെ ഫുൾ കൺട്രോൾ അവളാണ്. അവൾ എന്നാൽ PSC ഒക്കെ കിട്ടി കോടതിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ അവളുടെ വകയാണ്. അതേപോലെ ഇങ്ങനെ PSC കിട്ടി ഒരുപാട് വേണ്ട എല്ലാവരും ട്രീറ്റൊക്കെ ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങൾ ആ ഒരു 3 ദിവസം പോയത്. ഇപ്പം പിറ്റേ ദിവസം പ്രോഗ്രാമാണ്. ഞങ്ങൾ തലേ ദിവസമാണ് എത്തിയത്. അപ്പോൾ പ്രോഗ്രാമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ സരിക കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ഞാൻ ലൈവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ലൈവിലെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഓട്ടോ വിളിച്ച് കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ. വഴയിലാണ് നമ്മുടെ സരികയുടെ വീട്. അവിടെ നിന്ന് നമ്മൾ വഴുതക്കാടേക്ക് വരികയാണ്. വഴുതക്കാടാണ് നമ്മുടെ കോളേജ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കേരള ഹിന്ദി പ്രചാര സഭ. എന്നെ ഞാനാക്കി മാറ്റിയ സ്ഥലം. ഇത് ജോസേട്ടന്, മറ്റേത് സലിമിക്ക, പിന്നെ അരുണുണ്ട്, കിരണുണ്ട്. ഈ 4 പേരെ മാത്രമേ അന്ന് ജെൻസ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബാക്കി 108 പേരും ലേഡീസായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കൊണ്ട് നടന്ന ഒരു വർഷമായിരുന്നു അല്ലേ. ഭയങ്കര സന്തോഷം തോന്നുന്നു. അതാണ് കേട്ടോ അരുണിനെയും കണ്ടപ്പോഴെല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അരുണൊന്നും വലിയ മാറ്റം എനിക്ക് തോന്നിയില്ല. ഇത് നമ്മുടെ കോഴിക്കോട് ടീമാണ്. ഇവരും രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ മാവേലിയിൽ വന്നിട്ട് അവിടെ വന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് ഫ്രഷൊക്കെ ആയിട്ട് കോളേജിലേക്ക് വന്നതായിരുന്നു കേട്ടോ. ഇവിടെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഞാൻ ആ പഴയ ഷാജിദാവാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞെന്നോ കുട്ടികളുണ്ടെന്നോ ഹസ്ബൻഡ് ഉണ്ടെന്നോ ഫാമിലി ഉണ്ടെന്നോ ഒന്നും മനസ്സിൽ വരുന്നില്ല. ഭയങ്കര ഹാപ്പി. അത് ഓരോരുത്തർക്കും എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ കൂടിയവരൊക്കെ തന്നെ പറഞ്ഞു കേട്ടോ. അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു കുട്ടിയായി മാറുകയാണ് കേട്ടോ. നമ്മുടെ ക്യാൻറ്റീനും ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത് ക്യാൻറ്റീനായിരുന്നു. പിന്നെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഈ സ്റ്റെപ്പ് കാണുമ്പോഴും ഒക്കെ ഞങ്ങളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ഫീലായിരുന്നു, എന്താ പറയാമെന്നറിയില്ല. അപ്പോൾ നമ്മളെ ലിഫ്റ്റിലായിരുന്നു അന്നൊക്കെ ഞങ്ങൾ കയറിയിരുന്നത്. പക്ഷേ നമ്മളന്ന് സ്റ്റെപ്പ് കയറി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി പോകട്ടെ. നമ്മൾ ഏറ്റവും മുകളിലായിരുന്നു നമ്മുടെ ആചാര്യ ട്രെയിനിങ് കോളേജ് ഉണ്ടായിരുന്നത്. താഴെ BND MEMയുടെ ക്ലാസ്സുകളും അതേപോലെ പരീക്ഷ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ സെക്ഷനായിരുന്നു. പിന്നെ ഓഡിറ്റോറിയം ആയിരുന്നു. അങ്ങനെ സെക്ഷനായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സൗമ്യ. അന്ന് ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു സൗമ്യ. ഡിഗ്രി +2 കഴിഞ്ഞ പാട് വന്ന കുട്ടിയായിരുന്നു. അപ്പോൾ സൗമ്യനെ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഓരോരുത്തരും നേരിട്ട് കാണുമ്പോഴും 15 വർഷങ്ങൾക്ക് ശേഷം കാണുള്ള ഒരുപാട് മാറ്റങ്ങൾ. എല്ലാവരും സെറ്റിലായിട്ടുണ്ടായിരുന്നു. ജോലിയാണെങ്കിലും ഫാമിലി പരമായിട്ടൊക്കെ എല്ലാവരും സെറ്റിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും വിശേഷങ്ങളൊക്കെ പറയുമ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് റൂമൊക്കെ തിരഞ്ഞു പോവാണ്. നമ്മുടെ ആ സമയത്താണ് നമ്മുടെ 3ാമത്തെ നിലയിലാണ് തോന്നുന്നു നമ്മുടെ ഓഡിറ്റോറിയം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. നമ്മുടെ കോളേജുള്ള സമയത്ത് നമ്മളിവിടെ പഠിക്കുന്ന സമയത്തും നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ സെക്രട്ടറിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. ഭയങ്കര പേടിച്ചിട്ടാണ് നമ്മൾ ഈ കസേരയിൽ ഇവിടെ വന്നിരിക്കുക. ഇവിടെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ട് എപ്പോഴാണ് സംസാരിപ്പിക്കുക, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ശോഭിച്ച്. ഞാൻ പറഞ്ഞ സെക്രട്ടറി ഇതാണ് കേട്ടോ, കേശവൻ നായർ. ഒത്തിരി ഇപ്പോഴും കാണുമ്പോഴും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കാണുമ്പോഴാണ് ഗൗരവം ആ ഗാംഭീര്യമൊക്കെ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോയിലും. ഭയങ്കര പേടിയോടെ കണ്ടിരുന്ന ഒരു സാറായിരുന്നു. ഇപ്പോഴും പറയുമ്പോഴും ആ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ ജസ്റ്റ് അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ ക്ലാസ് റൂം കാണാൻ വേണ്ടി പോയതായിരുന്നു. 15 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഓടിച്ചാടി കളിച്ച് ചിരിച്ച് പേടിച്ച് വൈവൊക്കെ അറ്റൻഡ് ചെയ്ത് ഹാപ്പിയായി പോയ ക്ലാസ് റൂമിലേക്കായിട്ട് പോകുന്നത് കണ്ടോ. ക്ലാസ് റൂം കാണുമ്പോൾ ഇതാണ് ഞങ്ങളുടെ C ബാച്ച്. ഭയങ്കര ഹാപ്പി കേട്ടോ. ക്ലാസ് റൂമിൽ നമ്മൾ ഒഴിവ് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ വല്ലാണ്ട് മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ലാബ് കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, ആചാര്യ ഹിന്ദി ട്രെയിനിങ് കോളേജ്. എന്താ പറയുക,
ഭയങ്കര ഹാപ്പി. ആ നേരെ കാണുന്ന നമ്മുടെ അച്യുതൻ സാറിൻ്റെ മാവേലിക്കര അച്യുതൻ സാർ, അതാണ് ഞങ്ങളെ അന്നത്തെ പ്രിൻസിപ്പൾ സാറിൻ്റെ ഇതായിരുന്നു. ഇവിടെ സാറുമാരൊക്കെ ഇരിക്കുന്ന ഇത്. പിന്നെ ഇപ്പുറത്തെ എ ബാച്ചും സി ബാച്ചും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു മൊത്തത്തിൽ ഒറ്റ ക്ലാസ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ എക്സാം നടക്കുമായിരുന്നു. അന്നത് 2 ക്ലാസ്സായിരുന്നു, എ ബാച്ച് സി ബാച്ച് എ ബി സി 3 ബാച്ചായിരുന്നു ഉണ്ടായിരുന്നത്, 108 പേരായിട്ട്. ഇപ്പോൾ അവിടെ സെമിസ്റ്റർ ആയില്ല. ഇപ്പോൾ 2 വർഷം ബി എഡ് ആയതുകൊണ്ട് തന്നെ സെമിസ്റ്റർ വൈസിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അവിടെ എക്സാം നടക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ നമ്മൾ ആ പഴയ കുട്ടികളായി പോകാൻ തോന്നും കേട്ടോ. ആ ക്ലാസ്സിലിരിക്കാനും സാറന്മാരൊക്കെ കാണാനും എല്ലാവരും വരുന്നുണ്ടെങ്കിലും ഒരു 3 പേര് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നില്ല. ആ സമയത്തൊക്കെ ട്രിവാൻഡ്രം കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ മലപ്പുറത്തുനിന്ന് നമ്മൾ അവിടെ എത്തിയതല്ലേ, അപ്പോൾ ഓരോന്നും കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും പോയി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഒരു വർഷം നമ്മളവിടെ ആഘോഷിച്ചത്. അപ്പോൾ അതാ ഞാൻ ആ ബെഞ്ചിൽ വന്നിരിക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചിരുത്തുകയാണ്, ഇവിടെ വന്നിരിക്കുക, നമ്മൾ കുറച്ച് നേരം നമുക്ക് ഈ ബെഞ്ചിലൊക്കെ ഒന്ന് ഇരിക്കാമെന്ന്. കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. സൗമ്യയുടെ മോനെ കൊണ്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഈ ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൈയും കാലും ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഞാനും സബിയും അതേപോലെ സൗമ്യയും റസിയും കൂടെയാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത്. ഞങ്ങളിങ്ങനെ ഇരുന്നു. ഒരു ക്ലാസ്സിലായിരുന്നു ഞങ്ങളെല്ലാവരും കേട്ടോ. ഈ സൗമ്യ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ വലിയ കുട്ടിയായി, ടീച്ചറായി, PSC ഒക്കെ കിട്ടി, വലിയ ആളായി. എന്നാണാവോ എനിക്കിനി PSC ഒക്കെ കിട്ടൽ. പ്രാർത്ഥിക്കേണ്ട. വീഡിയോ കാണുന്നവരൊക്കെ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മുടെ സ്മൃതി 2025 കേരള ഹിന്ദി പ്രചാര സഭയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. മെയ് 1 വ്യാഴാഴ്ച ആയിരുന്നു പ്രോഗ്രാം. ഞങ്ങൾ 108 പേരുണ്ടെങ്കിലും ഒരു 30 പേര് മാത്രമാണ് കേട്ടോ പങ്കെടുത്തത്. എല്ലാവരും കുറച്ച് ഏജായ കാര്യങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാതിരുന്നാണ്. ഇതാട്ടോ ഞങ്ങളെ ടീച്ചർ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്, ഷിജിനി, ഇവരൊക്കെ ഞാൻ പേരുകൾ പറഞ്ഞിട്ടുണ്ടാവല്ലോ, ദീപ്തി, ഷിജിനി, അങ്ങനെ ഒത്തിരി പേര്, സുകന്യ. ഇത് ഞങ്ങളുടെ സാറുമാർ, ഷാർഗതൻ സാറ്, രവീന്ദ്രൻ സാറ്, വസന്ത ടീച്ചർ, ഇനിയുണ്ട് കമലമ്മ ടീച്ചർ മരിച്ചുപോയി. പിന്നെ അങ്ങനെ ഒരുപാട് പേര്, 3 പേര് മരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറായിരുന്നു കമലമ്മ ടീച്ചർ. കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ കാണാൻ വിധിയില്ല. ടീച്ചർ മരിച്ചുപോയി. ടീച്ചറായിരുന്നു കേട്ടോ, നമുക്കൊരു ടീച്ചറായിരിക്കണമെന്ന്, എങ്ങനെ ഒരു ടീച്ചറാവണമെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി തന്ന ഒരാളായിരുന്നു. ഇത് അഞ്ജു. ഓരോരുത്തർ പത്മാനെ ഞാൻ വീണ്ടും കാണിക്കാം കേട്ടോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോഴത്തെ മന്ത്രി ആണ് അവിടെ ഇരിക്കുന്ന മധു സാറ്, വൈറ്റ് ഷർട്ടും തുണി എടുത്തിരിക്കുന്നത്. പിന്നെ ഗോപൻ സാർ. നമ്മളവിടെ പോയിട്ടാണ് ഇവരൊക്കെ പരിചയപ്പെടുന്നത്. ഇവിടുത്തെ ഓരോ മുക്കും മൂലയും നമുക്ക് പരിചയമാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ കോളേജിനോ ഹോളിനോ ക്ലാസ് റൂമിനോ ഒന്നും തന്നെ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. നമ്മുടെ സാറുമാർക്കും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അവർ ആ 15 വർഷം മുന്നേ നമ്മൾ കണ്ട അതേപോലെ തന്നെ. പ്രോഗ്രാം എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവരുമായി സംസാരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് സ്റ്റേജിനകത്തുനിന്ന് താഴേക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവരായിട്ട് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. അവർ നമ്മളോടും സംസാരിക്കുന്നുണ്ട്, നമുക്ക് അവരോടും സംസാരിക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിരുന്നു വിചാരിച്ചായിരുന്നു. അപ്പോൾ കുറേ ഡിലേ ആയല്ലോ, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എവിടേക്കോ ആണ് വീഡിയോസ് കിടക്കുന്നത്. അതിന് ശേഷം കുറേ വീഡിയോ എടുത്ത കാരണം ഇതൊക്കെ തപ്പിപ്പിടിച്ചെടുക്കാൻ എനിക്ക് സമയമെടുത്തു. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് എല്ലാവരും എവിടെ വീഡിയോ എന്ന് ചോദിച്ചപ്പം സമയമില്ലാത്ത സമയത്ത് ഞാനിത് വീണ്ടും തപ്പിപ്പിടിച്ചെടുത്ത് എഡിറ്റ് ചെയ്യാണ് കേട്ടോ. എനിക്കിപ്പോഴും പനിയുടെ ആ ഒരു കോള് മാറിയിട്ടില്ല, ജലദോഷമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ സലീമിക്ക അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. സലീമിക്കയാണെങ്കിലും കിരൺജി ആണെങ്കിലും അരുണും എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് സരികയോട് പറഞ്ഞതായിരുന്നു എനിക്ക് സംസാരിക്കണമെന്ന്. പക്ഷേ എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല. ഇത് നമ്മുടെ സജിതകുമാരിയും ഫാമിലിയും, അവരൊക്കെ ഫാമിലി ആയിട്ടോ വന്നത് കുറേ പേര്. അപ്പോൾ അവർ യാത്ര പറഞ്ഞ് പോവുകയാണ്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കോളേജിനോടൊക്കെ വിട പറഞ്ഞ് യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഒരു വട്ടം ഈ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ 15 വർഷങ്ങൾക്ക് ശേഷം കേട്ടോ തിരിച്ചു വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ എൻജിൻ ഗോപാലൻ സാറ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓർമ്മക്കുറവും ശാരീരികമായ പ്രശ്നങ്ങളും കാരണം സാറിൻ്റെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മൊമെൻറ്റോയും അതേപോലെ പൊന്നാടയും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സാറിന്. അപ്പോൾ സാറിൻ്റെ വീട് വരുന്നത് അവിടെ കുറച്ച് അപ്പുറത്തേക്കാണ്. എന്തോ സ്ഥലം പറഞ്ഞു മറന്നുപോയി, അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളെല്ലാവരും കുറച്ച് പേര് സാറിനെ കാണാൻ വേണ്ടി പോവാണ്.
അവിടെ നിന്ന് പോയിട്ട് സാറിനെ കാണാൻ സാറിൻ്റെ ഫാമിലിക്കാണെങ്കിലും ഒത്തിരി സന്തോഷമായിട്ടോ. സാറിനും സന്തോഷമായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സാറിനെ അന്വേഷിച്ച് കുട്ടികൾ, നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നമ്മളെ തേടി ഒരു സമയത്ത് നമ്മളടുത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു ടീച്ചറായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്നെ വിളിക്കുമ്പോൾ, എന്നോട് എന്നെ അന്വേഷിക്കുമ്പോൾ, ഗിഫ്റ്റ് തരുന്നതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. പുറത്തുനിന്ന് അവരെ കാണുമ്പോൾ ഒരു നിലയിലെത്തി എന്നറിയുമ്പോൾ നമ്മൾ കാരണം നമ്മൾ പഠിപ്പിച്ചൊരു കുട്ടിക്ക് അത്രയും ഒരു പൊസിഷനിലെത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ സാറിന് നമ്മൾ പറയുമ്പോൾ സാറിന് ഓർമ്മയുണ്ടെങ്കിലും പിന്നീട് സാർ അത് മറന്നു പോവുകയാണ്. നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അവർ റിട്ടയർഡ് ആയതിന് ശേഷമാണ് ഹിന്ദി കോളേജിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 15 വർഷം എന്ന് പറയുമ്പോൾ അവരുടെ ഏജ് ഏകദേശം അത്യാവശ്യം നിങ്ങൾക്കറിയാലോ, ഊഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സാറിൻ്റെ ആ ക്ലാസ്സിലെ കുട്ടികളായിരുന്നു. സാറാട്ടോ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പം ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മുടെ മലപ്പുറത്തുകാരോട് ഭയങ്കര സ്നേഹമായിരുന്നു. സാറ് പണ്ട് മലപ്പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അന്ന് പറയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മലപ്പുറത്തുനിന്ന് പറയുമ്പോൾ ടീച്ചർ സാറിന് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നെ അന്ന് നന്നായിട്ട് പൊട്ടിത്തെറിപ്പുണ്ടായിരുന്ന, വികൃതി കാണിച്ച് നടന്ന, ബഹളം വെച്ച് നടന്ന ഒരാളായതുകൊണ്ട് തന്നെ പറയുമ്പോൾ സാറിന് ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നീട് സാർ അത് മറന്നു പോകും. അങ്ങനെ സാറിനുള്ള പൊന്നാടയും മുണ്ടും അതുപോലെ ട്രോഫിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ സാറിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അന്നേ ദിവസം ഞങ്ങൾ അവിടെ വീണ്ടും സരികയുടെ ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് രാത്രി 8:45 ട്രെയിനിനാണ് നമ്മൾ തിരിച്ച് വരുന്നത് കേട്ടോ. കണ്ടില്ല, സാറിന് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളിപ്പം സാറിൻ്റെ വീട്ടിൽ നിന്ന് പോയതിൻ്റെ ശേഷം സരികനെ വിളിച്ച് അവർ ഒത്തിരി സന്തോഷമായി സാറിനെന്ന് അവർ വിളിച്ച് പറഞ്ഞപ്പോഴും അത് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ പഠിപ്പിച്ച അധ്യാപകരുടെ അടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പോവുക. അവർക്കത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു ടീച്ചറായതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എൻ്റെ കുട്ടികൾ എന്നെ കാണാനൊക്കെ വരിക. ഇവിടെ എൻ്റെ കുട്ടികൾ കാണാൻ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോഴും ഞാൻ പഠിപ്പിച്ച മക്കൾ പുറത്തുനിന്ന് കണ്ടാലും നമ്മോട് സംസാരിക്കും. അതേപോലെ നമ്മളെ അടുത്തേക്ക് ഓടി വരും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും ഈ ഒരു പോർഷന്. നമ്മൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും സാറിനോട് സംസാരിക്കുന്നതൊക്കെ ആയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ല അടിപൊളി ഫുഡായിരുന്നു, സദ്യ ആയിരുന്നു. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ച പാർട്ട് 3 വരുന്നുണ്ട്. നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളും അതേപോലെ ഷോപ്പിംഗ് ചെയ്തതും റിട്ടേൺ വരുന്നതായ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ആ 3 വീഡിയോയും കൂടി ആകുമ്പോഴാണ് ഈ ഒരു ട്രിവാൻഡ്രം ട്രിപ്പ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയും പോയി കാണണം. ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയും കാണണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. ഈ നിൽക്കുന്നതാണ് കേട്ടോ സരിക. ഇപ്പോൾ സെൽഫി എടുത്തില്ല, അതാണ് കേട്ടോ സരിക. ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആണ്. എല്ലാ പ്രോഗ്രാമും കാര്യങ്ങളും സെറ്റ് ചെയ്തതും എല്ലാ കാര്യങ്ങളും അവിടെ ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് അവളാണ് കേട്ടോ. നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും വരും.